ഷുൻഡറിനെ കണ്ടാൽ മതി. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ എല്ലാവരും ഒന്ന് എന്തായാലും പ്രസ് ചെയ്തേക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഇത് ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം കുറച്ച് പ്ലാന്റൊക്കെ ഒന്ന് എനിക്കൊന്ന് റെഡിയാക്കാനുണ്ട്. നമ്മൾ രാത്രിയിലത്തെ ഡിന്നർ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട്. അതിൻ്റെ മുമ്പ് എനിക്ക് കുറച്ച് മണി പ്ലാന്റും അതുപോലെ തന്നെ ഇങ്ങനെ അകത്ത് വെച്ചിട്ടുള്ള കുറച്ച് പ്ലാന്റൊക്കെ അല്ലേ, അപ്പോൾ അത് രാവിലെ പണീൻ്റെ ഇടയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ രാവിലത്തെ നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിൽ അത് ചെയ്യാൻ നിന്നാൽ ഒരുപാട് ടൈമായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ എക്സ്ട്രാ നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ഞാൻ എന്തിനെങ്കിലും കിച്ചണിലേക്ക് വരുമ്പോൾ അപ്പം അങ്ങ് അത് റെഡിയാക്കുകയാണ് കേട്ടോ ചെയ്യുക. അതിൻ്റെ വേറൊന്നുമല്ല, ചിലപ്പം വാടിയ ഉണങ്ങിയ ലീഫെല്ലാം ഉണ്ടാകും. അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് ജസ്റ്റ് ഒന്ന് ആ ലീഫൊക്കെ ഒന്ന് കഴുകി റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി കട്ട് ചെയ്ത് ആ പാത്രം ഒന്ന് കഴുകി തുടച്ചിട്ട് എടുത്തു വെക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതിപ്പോൾ ചെയ്യാൻ തോന്നി അത്രയേ ഉള്ളൂ. ചിലപ്പോൾ രാവിലെ ചെയ്യും, ചിലപ്പോൾ ഇപ്പോൾ ചെയ്യും, അങ്ങനെ കേട്ടോ. കാണുന്ന സമയത്ത് അങ്ങ് എടുത്ത് ചെയ്യുകയാണ് കേട്ടോ ചെയ്യാം. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഗ്ലാസ്സുകളും അങ്ങനത്തതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ മണി പ്ലാന്റ് വെച്ചിട്ടുള്ളത്. വെള്ളത്തിൽ കേട്ടോ, കുറച്ച് ഒരുപാടങ്ങ് വളർന്നിട്ട് എനിക്ക് വേണ്ട. ഇങ്ങനെ ഒരു ബുഷിയായിട്ട് നിൽക്കുന്ന കൗണ്ടർ ടോപ്പിൽ അല്ലെങ്കിൽ ഞാൻ ടീ പോയിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അകത്ത് പാർട്ടീഷൻ്റെ മുകളിലൊക്കെ വെക്കുന്ന പോട്ടുകളാണ് കേട്ടോ ഇത്. അത് നല്ല മോശമായിട്ടുണ്ട്. കണ്ടോ, വെള്ളം കണ്ടോ അതിൻ്റെ താഴത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഒന്ന് കഴുകി ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ. പിന്നെ നമ്മൾ അകത്ത് വെക്കുന്ന പ്ലാന്റ് നിങ്ങൾ കാണുമ്പോൾ ഞാൻ അകത്ത് തന്നെ വെച്ചിരിക്കുകയായിരിക്കും. അങ്ങനെയല്ല, അപ്പോൾ അതിൻ്റെ ട്രിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതങ്ങനെ വെച്ചിരിക്കരുത് കേട്ടോ. കാരണം അകത്തേക്ക് നമുക്ക് എത്രയായാലും സൂര്യപ്രകാശം തട്ടുന്ന അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ജനലിൻ്റെ അരികിൽ അത് കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ അകത്തൊക്കെ വെക്കുന്ന സമയത്ത് പ്ലാന്റ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ മോശമായിട്ട് പോകും കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ 4-5 പ്ലാന്റ് എനിക്കുണ്ടാവും. അത് ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കും കേട്ടോ. ഇതുപോലെ ക്ലീൻ ആക്കി കഴുകി വെള്ളമൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആക്കി. റൂട്ട് ചിലപ്പം പ്ലാന്റ് വലുതായി കഴിഞ്ഞാൽ എനിക്ക് അത്ര വലുപ്പം വേണ്ട, ഇങ്ങനെ തൂങ്ങി കിടക്കണ്ട. അതുകൊണ്ട് ഞാൻ അടിയിൽ റൂട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ആ ഒരു വിഷയമായിട്ട് നമുക്ക് വേണ്ട ഒരു വലുപ്പത്തിൽ അതങ്ങനെ നിന്നോളും. ഇനി അല്ല ഇങ്ങനെ വളർന്ന് കുറച്ചിങ്ങനെ സ്പ്രെഡായിട്ടൊക്കെ ഇരിക്കണം എന്നാണെങ്കിൽ റൂട്ട് കട്ട് ചെയ്യേണ്ട കേട്ടോ. അതിങ്ങനെ വളർന്ന് പോയിക്കോട്ടെ അങ്ങനെ. അപ്പോൾ എനിക്ക് ഈ രീതിയിലായതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ ചെയ്യലുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ഇപ്പോൾ കിച്ചണിൽ നിന്ന് ഞാൻ മണി പ്ലാന്റ് എടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ അകത്തുനിന്നും എടുത്തിട്ടുണ്ട്. അകത്തെ പ്ലാന്റ് നമ്മൾ 2 ആഴ്ച വെക്കുമ്പോഴത്തേക്കും ഒന്ന് ആ ഒരു സൂര്യപ്രകാശം ഒന്നും കിട്ടാതെ ആ ഒരു ഉഷാറൊക്കെ പോയിട്ടുണ്ടാവും. ഒരു വാടാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാവും വെള്ളം ഉണ്ടെങ്കിലും. എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു സൂര്യപ്രകാശമെങ്കിലും കിട്ടണം. വെളിച്ചം, സൂര്യപ്രകാശം എന്ന് പറയുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മൾ കിച്ചണിൽ 1-2-3 വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യും, അതെടുത്തിട്ടൊന്ന് ഫ്രഷ് ആക്കിയിട്ട് അകത്തേക്ക് വെക്കും. അകത്തുള്ളത് കിച്ചണിലെ ആ ഒരു ഏരിയയിൽ കൊണ്ടുവെക്കും. കിച്ചണിൽ നമുക്ക് സൂര്യപ്രകാശം തട്ടും, ഒരു വെളിച്ചം കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് 2 എടുത്തിട്ട് അകത്തേക്ക് മാറ്റും. ബാക്കി അകത്ത് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന 2 എടുത്തിട്ട് കിച്ചണിൽ വർക്ക് ഏരിയയിൽ കൊണ്ടുവെക്കും. അപ്പോൾ എപ്പോഴും നമ്മളെ പ്ലാന്റ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി ചേഞ്ച് ആക്കിയാലൊന്ന് ഏത് പ്ലാന്റ് ആയാലും കിച്ചണിൽ ഇപ്പോൾ ഞാൻ കൊണ്ടുവച്ച പ്ലാന്റ് ആയാലും അകത്തുള്ള പ്ലാന്റ് ആയാലും ഒന്ന് ശ്രദ്ധിച്ച് വെള്ളമൊക്കെ ഒന്ന് നോക്കി അത് നമ്മൾ ഇടയ്ക്കൊന്ന് ചെയ്യണം. അത് അകത്ത് വെച്ചു എന്ന് ചോദിച്ചാൽ എപ്പോഴെപ്പോഴും നോക്കി നടക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെ ഒന്ന് മാറ്റം വരുത്തി കൊടുക്കണം. അപ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഗ്ലാസ് കഴുകി നന്നായിട്ട് തന്നെ കഴുകി. സോപ്പിട്ട് കഴുകുക, അല്ല വെറുതെ സ്ക്രബ്ബർ കൊണ്ട് നന്നായിട്ടൊന്ന് അകവും പുറമൊക്കെ ഒന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി ആ പ്ലാന്റൊക്കെ ഒന്ന് കഴുകി റൂട്ട് കട്ട് ചെയ്യാനുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇല്ല, ഞാൻ 2 ആഴ്ച മുമ്പ് ചെയ്തതാണ്. അതുകൊണ്ട് വലുപ്പം ഓവറായിട്ടില്ല. അടുത്ത തവണ എടുക്കുമ്പോൾ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വെള്ളം വെച്ചു, പ്ലാന്റൊക്കെ ഒന്ന് കഴുകി അതിലത്തെ വാടിയതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി. എന്നിട്ട് ഇതാ പ്ലാന്റ് പോട്ടാണെങ്കിൽ എൻ്റെ സെറാമിക് പോട്ടാണ്. അപ്പോൾ അത് ഞാൻ കഴുകാൻ നിൽക്കലില്ല, നനഞ്ഞ ക്ലോത്ത് കൊണ്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഒന്ന് കണ്ടാവും നല്ല അടിപൊളി കുട്ടപ്പനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് അകത്തേക്ക് വെക്കാം. അതുപോലെ ഇതില്ലേ ഈ റൗണ്ട് സെറാമിക്കിൻ്റെ പോട്ടില്ലേ, അത്
ഞാനിവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ തന്നെ വെക്കുന്നതാണ് കേട്ടോ. അതിന് വലിയ ക്ഷീണം ഉണ്ടാവില്ല. കാരണം ഇത് ജനലിൻ്റെ അടുത്തല്ല, നിങ്ങൾ കാണുന്നില്ലേ, ചെറിയൊരു വെളിച്ചം അങ്ങോട്ടേക്ക് കിട്ടും. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ വെക്കുന്ന പ്ലാന്റ് സേഫാണ്. ഏതായാലും അത് അവിടെ ഇരുന്നാലും ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലാന്റ് നിങ്ങൾക്ക് തന്നെ കാണാം, അതിൽ പഴുത്ത ഇലയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതൊന്ന് കഴുകി റൂട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് പോട്ടും ഒന്ന് തുടക്കണം. കുറേ ദിവസം കഴിയുമ്പോൾ പോട്ടും മോശമാവുമല്ലോ പൊടിയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊന്ന് തുടച്ച് വെള്ളമൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി ആ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകട്ടെ. ഗ്ലാസ്സിലാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഹോൾസ് ഉള്ള സെറാമിക്കിൻ്റെ പോട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഗ്ലാസ്സിലാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അതിടക്ക് ആ ഗ്ലാസ്സിലൊക്കെ എത്ര വെള്ളം കൊള്ളുകയെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എത്രത്തോളം ഇത് വെള്ളം ഇതിലിരിക്കും, വെയിലാവുമ്പോൾ എത്ര ഇരിക്കും, മഴയാകുമ്പോൾ എത്ര ഇരിക്കും, ആ ഒരു കണക്ക് നമുക്ക് കിട്ടും നമ്മളതിനെ പരിപാലിച്ച് തുടങ്ങുമ്പോൾ. അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് കഴുകി വേറെ വെള്ളം വെച്ച് ഇനി പ്ലാന്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുള്ള പോട്ടുകൾ എല്ലാം ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പരിപാലിക്കുന്നത്. അങ്ങനെ കുറേ സമയം എനിക്ക് പോട്ട് നോക്കിയിരിക്കാനുള്ള അല്ലെങ്കിൽ പ്ലാന്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. ഒരു 7 മണിയാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 7:30 ഉള്ളിൽ തന്നെ ഞാൻ ഡിന്നർ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് അതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. കറി ഉണ്ട്, കുറച്ച് കറി ഇരിപ്പുണ്ട്, അത് മതിയാവുമെന്ന് വിചാരിക്കുന്നു. ദോശ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കണം എന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് മഴയായതുകൊണ്ട് തന്നെ ചെടി നനക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒരു എക്സ്ട്രാ ടൈം കിട്ടിയപ്പോൾ ഞാനിതിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളൂ. എപ്പോഴും ഒന്ന് ഈ ഒരു സമയത്ത് ഞാൻ ഈ പണിയൊന്ന് ചെയ്യുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാ 2 എണ്ണം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലൊക്കെ അങ്ങ് റെഡിയാക്കട്ടെ കേട്ടോ. കുറേ പേര് ഇതിൻ്റെ ഡൗട്ട് ചോദിക്കലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആക്കി തന്നത്. പിന്നെ എന്തായാലും ഞാൻ ഈ പണിയിലല്ലേ, അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാം. നമ്മൾ ഗിവ് അവേനെ കുറിച്ചിട്ട്. അപ്പോൾ ഗിവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിൽ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ട്. സ്പെയിൻ ആയതുകൊണ്ട് അർജൻറ്റീന കുറേ പേരുണ്ടായിരുന്നു. അതിൽ കുറച്ച് കുറഞ്ഞിട്ട് കുറേ പേര് ബ്രസീലുണ്ടായിരുന്നു, ഫ്രാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ സ്പെയിന് വളരെ കുറവ് ആളുകൾ, വിരലിൽ എണ്ണാൻ മാത്രം ആളുകളേ ഉള്ളൂ. എനിക്ക് തോന്നുന്നതല്ല, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 14 പേരാണ് സ്പെയിന് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെ യൂട്യൂബ് ഐഡിയും അല്ലാത്ത നെയിമും ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനത് നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഗിവ് നിങ്ങൾക്ക് അറിയാം, ഗിവ് പങ്കെടുത്തവർക്കറിയാം, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ, അത് ചെയ്തിട്ട് ഇങ്ങനെ കറക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ആകെ 14 പേരല്ലേ ഉള്ളൂ. അതിൽ എന്ന് പറഞ്ഞാൽ 2K 3K ഒക്കെ ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആൻസർ പറഞ്ഞവർ കേട്ടോ. ഇതിപ്പോൾ ആൻസർ കറക്റ്റായവർ ഇത്ര പേരേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നറുക്കിട്ടെടുക്കാമെന്ന്. ഷീട്ടിലിങ്ങനെ അവരെ പേരെഴുതിയിട്ട് ഇങ്ങനെ നറുക്കിട്ടിട്ട് അതിൽ നിന്ന് നിങ്ങളെ മുന്നിൽ തന്നെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എടുത്തിട്ടില്ല, എല്ലാം നോട്ട് ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ കുറേ കാര്യങ്ങൾ വന്നു കേട്ടോ എനിക്ക്. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പോട്ടെ, അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കാൻ വൈകിയതിൽ സോറി. നെക്സ്റ്റ് നമ്മളെ വീഡിയോ വരുന്നത് ഇന്ന് വെള്ളിയാഴ്ച, തിങ്കളാഴ്ചയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതാണ്. 4 പേരല്ലേ, അപ്പോൾ 4 പേരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഞാൻ വൈകിയത് എന്നുള്ളതും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ റഫീഖ വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കണം. പിന്നെ ഡിന്നർ നേരത്തെ അങ്ങ് ആക്കുകയാണെങ്കിൽ അത് തന്നെ കഴിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം നിർത്തട്ടെ. ബാക്കി പ്ലാന്റൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ പ്ലാന്റിനെ കുറിച്ച് കുറേ പേര് ചോദിക്കലുണ്ട്, ആന്തൂറിയാണോന്ന്. ആന്തൂറിയല്ല, ഞാൻ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഈ പ്ലാന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയായിരിക്കും, എനിക്കറിയായിരുന്നു, പിന്നെ ഞാനത് പഠിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റാണ്. നന്നായിട്ട് നമുക്ക് ഇൻഡോറായിട്ട് ഇത് വെള്ളത്തിൽ നിൽക്കും കേട്ടോ. വെള്ളത്തിൽ മണ്ണിലൊക്കെ നിൽക്കും, വെള്ളത്തിൽ നന്നായിട്ട് നിൽക്കും. ഓവർ വളരാതെ ഈ ഒരു ഭംഗി തന്നെ എപ്പോഴും നിൽക്കും. ഇതിപ്പോൾ ഈ പോട്ടിൻ്റെ ഉള്ളിലില്ലേ, ഈ പോട്ടിൻ്റെ ഉള്ളിൽ അത് ജാമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കലൊന്നും നടക്കില്ല, കട്ട് ചെയ്ത് പ്ലാന്റ് നശിപ്പിക്കലേ പറ്റുള്ളൂ. അപ്പം ഞാനതങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കും, ജസ്റ്റ് ഇങ്ങനെ കുലുക്കി കളയും. പ്ലാന്റും അതിൽ തന്നെ കഴുകും, വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതാണ് കേട്ടോ പതിവ്. കാരണം ഇതെടുത്ത് കഴിഞ്ഞാൽ ഈ പോട്ടങ്ങ് പൊട്ടിപ്പോവും, ഈ പ്ലാന്റും മോശമായിട്ട് പോവും. വല്ലപ്പോഴും എപ്പോഴെങ്കിലും മോശമാവുകയാണെങ്കിൽ അതിനങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചവർക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ആന്തൂറിയം പ്ലാന്റ് അല്ല കേട്ടോ ഇത്.
ഇതൊക്കെ അതുപോലെ തന്നെ ഈ പോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പല സ്ഥലത്തു നിന്നായിട്ട് കാണുമ്പോൾ ഇങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ്. അതൊക്കെ നമ്മൾ വീഡിയോസിൽ, ഓൾഡ് വീഡിയോസിൽ എല്ലാത്തിലും ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കാതെ ഒരു സാധനം വാങ്ങാറില്ല. അധികം പകുതി മുക്കാലും ഞാൻ വീഡിയോയിൽ കാണിക്കാറുണ്ട് ഷോപ്പ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ പുതിയ വ്യൂസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ കണ്ടു നോക്കാം. ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ ഓരോ ഡൗട്ടും ക്ലിയറായിട്ട് വരും. അപ്പോൾ ഞാൻ പോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്തു. ആ ഒരു നനവ് ഈർപ്പം, നമ്മൾ വുഡല്ലേ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതിലൊന്ന് ഈർപ്പം നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അതൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല രസമല്ലേ, നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല രസം അങ്ങനെ നിൽക്കുമ്പോൾ കാണാനായിട്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഇപ്പം ഞാനിപ്പോൾ കൊണ്ടുവച്ചില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ പോട്ടും ഇറക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും അവിടെ പ്ലാന്റ് ഉണ്ടാവും. കാര്യം ഇത് ഞാനിപ്പോൾ കിച്ചണിലേക്ക് ആ ഒരു വെളിച്ചം തട്ടുന്ന ആ ഭാഗത്തേക്ക് കൊണ്ടുവെക്കും. എന്നിട്ട് മറ്റേ പ്ലാന്റ് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഞാനത് എടുത്തിട്ട് ഇത് അങ്ങോട്ടേക്ക് വെക്കും. എന്നിട്ട് ആ പ്ലാന്റ് എടുത്തിട്ട് കിച്ചണിൽ അവിടെ വർക്ക് ഏരിയയിലേക്ക് കൊണ്ടുവെക്കും. അപ്പോൾ എൻ്റെ പ്ലാന്റ് എപ്പോഴും അകത്ത് എൻ്റെ പ്ലാന്റ് ഉണ്ടാവും. അതാണ് ഒരു ചെറിയൊരു നമ്മളൊരു ട്രിക്ക് കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. എപ്പോഴും നമുക്ക് പ്ലാന്റ് നമ്മളെ കയ്യിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് നമ്മൾ വെക്കുന്ന സ്ഥലത്ത് വേണമെങ്കിൽ. അതാ ഞാൻ കിച്ചണിൽ നമ്മൾ സൂര്യപ്രകാശം കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആ മണി പ്ലാന്റ് അവിടെ മണ്ണിലും വളരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടുവെക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ രാത്രിയിലേക്കുള്ള ഫുഡ് ആക്കാനുണ്ട്. അങ്ങനെ ഭയങ്കര ഹെവി ഫുഡും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മളിപ്പോൾ ഡയറ്റും കൂടെ കൊണ്ടുപോകുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ബോധം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഫുഡ് തന്നെയാണ് എടുക്കൽ. ഇപ്പോൾ ഇതാ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ ഒരു 50 ഗ്രാം സ്പ്രൗട്ട്സ് എടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഡയറ്റ് വീഡിയോയിൽ. അതിന് വേണ്ടിയിട്ട് ചെറുപയർ മുളപ്പിച്ചതാണ് കേട്ടോ. ചെറുപയർ, വൻപയർ, കടല എന്തും പറ്റും. അപ്പോൾ ഇത് ചെറുപയർ മുളപ്പിച്ചിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കുക്ക് ചെയ്യാൻ എളുപ്പമല്ലേ, സാലഡിലും ഒക്കെ ഇടാമല്ലോ. അപ്പോൾ ഇതാ മുളപ്പിച്ച് നമ്മൾ കുതിർത്തിട്ട് അതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ഒരു ദിവസം ഊറ്റിയെടുത്തിട്ട് പിന്നെ ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ മുള വരുന്നുണ്ട് കേട്ടോ. ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. ഇനി നമ്മളെ ദോശ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ റാഗി ദോശയാണ് കേട്ടോ. റാഗിയും ഗോതമ്പും കൂടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തു. കാരണം നമ്മളിതൊരു ഡയറക്റ്റ് അടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ മിക്സിയിൽ ഇങ്ങനെ കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇനി 1 കപ്പ് ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണെങ്കിൽ 1 ഗ്ലാസ് നമ്മുടെ റാഗി പൗഡർ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് റാഗി പൗഡറും ചെറുപയർ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ റാഗി പൗഡറും അതുപോലെ തന്നെ നമ്മുടെ അരിപ്പൊടി പത്തിരിപ്പൊടിയൊക്കെ അല്ലേ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ദോശ ഉണ്ടാക്കുക. അങ്ങനെ അങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. പരിപ്പ് ചേർത്ത് കൊടുക്കുക, ചെറുപയർ ചേർത്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ചേഞ്ച് ആക്കിയിട്ടൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് തിക്കായിട്ടുള്ള ബാറ്ററിനേക്കാളും നല്ലത് ഇങ്ങനെ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ്. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമുക്കൊരു മടുപ്പില്ലാത്ത, നമുക്ക് റാഗിയാണ് കഴിക്കുന്നതെന്ന് പോലും തോന്നില്ല, അങ്ങനെയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടാം. അപ്പോൾ ദോശക്ക് കരച്ച് കഴിഞ്ഞാൽ കറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ തികയില്ല, എല്ലാവർക്കും കൂടെ ഉണ്ടാവില്ല കേട്ടോ. രാവിലത്തെ മീൻ കറിയായിരുന്നു, അപ്പോൾ അതുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒന്നുമില്ല, നമ്മൾ ആ ചെറുപയറല്ല മുളപ്പിച്ചത്, അതൊന്നും ഇട്ടിട്ട് കുക്കറിൽ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം സവാളയും പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. ഇനി ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചൊന്ന് വറവിട്ടെടുക്കുക, അത്ര തന്നെ. അത് നമ്മൾ ദോശേൻ്റെ കൂടെ ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ, ഹെൽത്തിയും ആണല്ലോ, വയറും ഫില്ലായിക്കോളും ചെറുപയർ കഴിക്കുന്ന സമയത്ത്. അപ്പം ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കട്ടെ. ഇത് പെട്ടെന്ന് വേവും കേട്ടോ, മുളപ്പിച്ചെടുത്തതല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കുമ്പോഴത്തേക്ക് നമ്മളെ കറിയും റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കട്ടെ കേട്ടോ. നമ്മൾ ദോശ ബാറ്ററോട് റെഡിയാണ്. ബാറ്റർ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഇന്നുണ്ടാക്കും, ബാക്കിയുള്ളത് നാളെ രാത്രിയിലേക്കോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ ബാറ്റർ എന്തായാലും മോശമായിട്ട് പോകില്ല. ഞാൻ അതുകൊണ്ടാണ് ആ ഒരു കണ്ടെയ്നറിൽ തന്നെ ബാറ്റർ ഒഴിച്ചത് കേട്ടോ. കാരണം അങ്ങനെ തന്നെ അങ്ങ് അടച്ച് വെച്ച് കൊടുക്കാമല്ലോ. അങ്ങനെ ഞാൻ ചിലപ്പം അത് നിറച്ച് ബാറ്റർ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ ചിലപ്പം പെട്ടെന്ന് നമുക്ക് രാവിലെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹെൽത്തി ദോശ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടെങ്കിൽ, ബീഫ് ചിക്കനൊക്കെ കറികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ ആക്കിയിട്ട് വെക്കും. ഇനി അരി ആയിട്ടുള്ളത് കൂടുതൽ കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ദോശയൊന്ന് ചുട്ടെടുക്കട്ടെ. ദോശ ഒന്നുമില്ല, നല്ല തിന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. പാന് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടൊന്ന്
പരത്തി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് കുറച്ച് ഗീ ആക്കിയിട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രമായിട്ട് ഓപ്ഷനാണ്, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ ദോശ റെഡിയാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ നല്ല ഹെൽത്തി ദോശ റെഡി ആയിട്ടുണ്ടേ. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. കാര്യം ഒരു ഹാർഡായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു റാഗി ദോശേൻ്റെ ഒരു ഹാർഡ് അല്ലെങ്കിൽ തിന്നാനൊരു ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല. മീൻകറീൻ്റെ കൂടെ ഭയങ്കര കോമ്പിനേഷനാട്ടോ നമ്മൾ റാഗി ദോശ വന്നത്. എനിക്കിഷ്ടം അതിൻ്റെ കൂടെ ബീഫ് ചിക്കനേക്കാളൊക്കെ ഇഷ്ടം മീൻ മുളക് കിട്ടത്തില്ല, അതിൻ്റെ കൂടെയാട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് മാക്സിമം ഹെൽത്തി ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും ഒന്നും നമ്മളങ്ങനെ ചെയ്യൂലെങ്കിലും ഗോതമ്പ് പൊടി റാഗിയൊക്കെ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ് കേട്ടോ, കുറച്ച് ഏജ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച്. അതുപോലെ വെള്ളവും നല്ല നമ്മൾ ഡെയിലി ലൈഫിൽ വെള്ളവും നന്നായിട്ട് കഴിക്കുക. നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗ്, ഇതുപോലെ തന്നെ സ്പ്രൗട്ട്സ് കാര്യങ്ങളൊക്കെ, നമ്മൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ശരീരത്തിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. എന്നാൽ തന്നെ പകുതി മുക്കാൽ അസുഖങ്ങളും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെറുപയറൊക്കെ ഓഫാക്കിയിട്ടിട്ടുണ്ട്. നമ്മളെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ബാക്കിയുള്ള ബാറ്റർ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കട്ടെ. ഇനി ചെറുപയറൊക്കെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കടുക് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറവൊഴിക്കുകയാണ് കേട്ടോ. എൻ്റെതിപ്പോൾ ഒരു ഗ്രേവി അല്ല, ശരിക്കും ഇങ്ങനെ ചെറുപയർ തോരൻ പോലെ ഞാൻ കാണിച്ചു തരാം. ആ രീതിയിലാണ്, പക്ഷെ മുളപ്പിച്ചത് കൊണ്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും, മറ്റേതുപോലെയല്ല. അങ്ങനെയുള്ള നിങ്ങൾക്ക് കുറച്ച് വെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. നമുക്ക് ഇപ്പോൾ ഇങ്ങനെ തന്നെ മതി, ധാരാളമാണ്. ഇതാ ഇത്രയേ ഉള്ളൂ. വറവിടുമ്പോൾ വേണമെങ്കിൽ വെളുത്തുള്ളി ചതക്കിയിട്ട് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഹെൽത്തി ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കുറേ ക്വാണ്ടിറ്റി ദോശയും കാര്യങ്ങളൊന്നും എന്ത് ദോശയാണെങ്കിലും കഴിക്കരുത് കേട്ടോ. ഒരു 2 ദോശ അല്ലെങ്കിൽ ഒരു ദോശ, കുറച്ച് കൂടുതൽ ചെറുപയർ കാര്യങ്ങളൊക്കെ എടുക്കുക, കുറച്ച് ക്യാരറ്റ് കുക്കുമ്പറൊക്കെ സൈഡായിട്ട് എടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ ഒന്നുകൂടെ നല്ലതാണ്. ഡിന്നറല്ലേ. എനിക്കിപ്പോൾ ചെറിയൊരു കോൾഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ കട്ട് വെജിറ്റബിൾസും ഒന്നും എടുക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മളതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ആക്കുക. പൊതുവേ തണുപ്പല്ലേ, അപ്പോൾ പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മളെ കിച്ചണിൽ ഇനിയിപ്പം രാത്രിയിലേക്കുള്ള വലിയ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. ഇത് കഴിക്കുന്നതോട് കൂടിയിട്ട് ഇന്നത്തെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ മഗ്‌രിബൊക്കെ നിസ്കരിച്ച് വന്നു. ഇനിയിപ്പം ഇത് കഴിച്ചിട്ട് പോയിട്ട് എൻ്റെ ഓതലും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അതിനിടയിൽ റഫീക്ക വന്നു, ചായ കൊടുത്തു. പിന്നെ ദോശയൊന്നും കഴിച്ചില്ല, പള്ളിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. മഗ്‌രിബ് നിസ്കരിക്കാൻ പോയി. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. അപ്പോഴേ റഫീക്ക കഴിക്കുകയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ സമയത്ത് കഴിക്കും, വാവ ഒരു ഇശാ നമസ്കാരം കഴിഞ്ഞ ഉടനെ അങ്ങനെയാണ് കഴിക്കുക കേട്ടോ. അപ്പം ഞാൻ കഴിക്കട്ടെ. ഇത് വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഉപ്പയും ഉമ്മയും ഉംറക്ക് പോവുമല്ലേ, അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഞാനിത് അങ്ങോട്ടേക്ക് വന്നതാട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ട്, ഏട്ടത്തി മക്കളും ഞാനും ആങ്ങളെയും വൈഫും എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എന്നെ ആക്കിയിട്ട് റഫീക്ക തിരിച്ചു പോവാണ് കേട്ടോ. അതിന് റഫീക്ക വരെ കാണൂല. Bye. Bye. കുറ്റിയിലിടാ പൈസ തന്നല്ലോ, തന്നില്ലേ? കുറ്റിയിലിടാനല്ലേ? അത്ത് വാങ്ങാനാ? അപ്പം ഞാൻ പറഞ്ഞോന്നറിയില്ല, നാളെയാണ് കേട്ടോ ഇവർ ഉമ്രക്ക് വേണ്ടിയിട്ട് ഉപ്പയും ഉമ്മയും ഉമ്മാൻ്റെ അനിയത്തിയും കൂടെ പോകുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ച് രാത്രി ബാഗൊക്കെ പാക്ക് ചെയ്യാണ് കേട്ടോ, കൊണ്ടുപോകാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നിട്ട് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പം എല്ലാം റെഡിയാക്കി സെറ്റാക്കിയിട്ട് കൊടുക്കുക.
രാവിലെ ഇങ്ങനെ ഒരെണ്ണം പൊട്ടിച്ചിട്ടാ പോലെ പിന്നെ ഏതാ ബാഗ് ഈ മുന്നിൽ ബാഗ് അതും വേണ്ടല്ലേ ഇവിടെ ഉണ്ട് അതൊന്നും മതി. ഇനി രാവിലെ എപ്പോഴും മോർണിംഗ് അരമണിക്കൂർ ഒരു ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് ഉപ്പയും ഉമ്മയും പോകുന്നത്. നമ്മളൊരു 10-10:30 ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏട്ടത്തി അവിടെ നമുക്ക് കൊണ്ടുപോകാനുള്ള, അതായത് നമുക്ക് ഫുഡൊക്കെ ഉപ്പയുമ്മയൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ ഇനി വയറൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ലഞ്ച് ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വൈകിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഷാ അള്ളാ. പിന്നെ ഇന്നലെ രാത്രിയിൽ നമ്മൾ അർജൻറ്റീനയുടെ കളിയെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അർജൻറ്റീന തോറ്റുപോയി, പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര വിഷമമായി കേട്ടോ. പക്ഷെ എന്നാലും കളിയൊക്കെ നമ്മൾ കംപ്ലീറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉറങ്ങാനൊക്കെ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. 4 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഓരോരുത്തർ ഉറങ്ങാൻ കിടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചിലരൊക്കെ ഇതാ ഇപ്പോൾ എണീറ്റിട്ടൊക്കെ വരുന്നേ ഉള്ളൂ. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ടേ. അപ്പോൾ എണീക്കുന്ന, അയൺ ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നത്. ഇതില്ലേ ഉപ്പാൻ്റെ ഇപ്പോഴത്തെ കൃഷിയാണ്. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ പച്ചക്കറിയെല്ലാം കഴിഞ്ഞോ, ഒന്നും ഇല്ലല്ലോ എന്ന്. പക്ഷെ ഒന്നും ഇല്ലാതല്ല, അത് കഴിയുന്നതോട് കൂടിയിട്ട് അതിൻ്റെ അടിയിൽ മണ്ണിൽ ചേമ്പ്, ചേന, അങ്ങനത്തെ കാവത്ത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാ. അപ്പോൾ ഇപ്പോൾ മുള പൊട്ടി പൊങ്ങിയതാ ഇത്രയേ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മാഷാ അല്ലാ നല്ല രസമുണ്ട് കേട്ടോ കൃഷി കാണാൻ വേണ്ടിയിട്ട്. നിങ്ങളാ ചോദിച്ച സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയിട്ട്. അപ്പം അതിലുണ്ടായിരുന്നു, മുളയൊക്കെ വരുന്നേ ഉള്ളായിരുന്നു. അതിങ്ങനെ നല്ലോണം പൊങ്ങിയാലല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ചീര അങ്ങനത്തെ പയറ് കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാമല്ലോ, അതുപോലെയല്ലല്ലോ ഇത്. അപ്പം ഇത് മഴക്കാലത്തേക്ക് ഇങ്ങനെ ഈ രീതിയിലുള്ള കൃഷിയാക്കിയതാണ്. കുറച്ച് കപ്പ അങ്ങനെയൊക്കെ ആയിട്ട്. ഒരു കിളി നന്നായിട്ട് എനിക്ക് മ്യൂസിക് ഇട്ട് തരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന എൻ്റെ തലേൻ്റെ മുകളിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അയൺ ചെയ്തോ? അപ്പോൾ ഇതാ നമുക്ക് കൊണ്ടുപോകാനുള്ള ഉച്ചക്കത്തെ ഫുഡാണ് കേട്ടത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. പോകാനുള്ള ലാസ്റ്റ് മിനിറ്റ് തയ്യാറെടുപ്പാണ് കേട്ടോ. ഷെൻഡറിനെ കണ്ടാൽ മതി. വേൾഡ് കപ്പ് അടിക്കണ്ട, ഒന്ന് കണ്ടിട്ട് വരാൻ പറയും ഫോട്ടോയിലെങ്കിലും. അപ്പോൾ അർജന്റീനയെ കൊല വിളിക്കുന്നതാട്ടോ ഇവിടെ കാണുന്നത്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പിടിച്ച് നിൽക്കണ്ടേ. അപ്പോൾ ഉപ്പമ്മയൊക്കെ ഇതാ ഇറങ്ങാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ദുആയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാം. سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. അങ്ങനെ ചുരത്തിൽ നല്ല അടിപൊളി കാലാവസ്ഥ കേട്ടോ. മഞ്ഞും കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 10:45 ആയപ്പോഴത്തേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ടൈമുണ്ട്. അവരവിടെ നമ്മൾ 2 മണിക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യാനാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. പിന്നെ ഉമ്മാൻ്റെ അനിയത്തീൻ്റെ മോനും ഫാമിലിയും ഒക്കെ ആയിട്ട് അവരും ഒരു വണ്ടിയിലോട്ട്. അങ്ങനെ നമ്മൾ 3 വണ്ടിയാണ് പോകുന്നത്. അടുത്തെടുത്താ നമ്മളെ സാമ്പാറും ചോറും ഒക്കെ. നല്ല സാമ്പാറും ചമ്മന്തിയും
പിന്നെ നല്ല എരിവുള്ള ചമ്മന്തിയും ഉണക്ക മീനും കാബേജ് ഉപ്പേരി ചിക്കൻ മുളകിട്ടത് കണ്ണിമാങ്ങ അച്ചാർ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ രണ്ടു കൂട്ടരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ചോറാർക്കും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അത്രയും നല്ല അടിപൊളി നല്ല റാഹത്തായിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം സമയം ഒരു 3:30 ആയിട്ടുണ്ടേ. എല്ലാവരോടും ഞങ്ങൾ യാത്ര പറയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ദുആ ചെയ്യാനും ഇനിയിപ്പോൾ എല്ലാവരും യാത്ര പറച്ചിലും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഇവർ നമ്മളൊരു 2 മണിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ളുഹർ നമസ്കാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 4 മണിക്കാണ് അവർ ഉള്ളിലേക്ക് കയറുന്നത് കേട്ടോ. അവർക്ക് ചെറിയൊരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കെന്നല്ല, അവർക്കും നമുക്കും എല്ലാവർക്കും കൂടെ. അങ്ങനെ എല്ലാവരും യാത്ര കുറച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ അവർ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അവർ എല്ലാവരും പ്രായമുള്ളവരും അങ്ങനെ വയ്യാത്തവരും അങ്ങനെയൊക്കെ ഉള്ളവരല്ലേ. അപ്പം അതുകൊണ്ടായിരിക്കും നേരത്തെ അവരോട് പറഞ്ഞിട്ടുണ്ടാവുക 7 മണിക്കാണ് അവർക്ക് ഫ്ലൈറ്റ്. ഇപ്പോൾ അവർ ഉള്ളിലേക്ക് കയറും, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഉംറേൻ്റെ കാര്യങ്ങൾ ഇവിടെ തന്നെയാണ് അവർ ഇഹ്റാം കിട്ടുന്നത്. അപ്പോൾ അതും എല്ലാം കഴിയുമ്പോഴത്തേക്കും അവരെ സമയമാവില്ല. നമ്മൾ പോകുന്ന പോലെ ഇങ്ങനെ ഷടപടേന്ന് അവർക്ക് പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ പതുക്കെ നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ടാണ് അവർ കൊണ്ടുപോകുന്നവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഇവർ പോകുന്നത് അടിവാരം നമ്മളെ നോളജ് സിറ്റി ഇല്ലേ, അവിടുത്തെ ഗ്രൂപ്പിലാണ് കേട്ടോ ഇവർ പോകുന്നത്. അപ്പോൾ ഇനി അവർ നല്ല റാഹത്തായിട്ട് എല്ലാം നല്ല ആരോഗ്യകരമായിട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളിപ്പോൾ ഇത് വീഡിയോ കാണുന്ന സമയത്ത് അവർ അവിടെ എത്തി, അവർ 2-3 ഉംറ ചെയ്ത് കഴിഞ്ഞു. അവർക്ക് പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊന്നുമില്ല, മാഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് അങ്ങനെ തന്നെ നല്ല സുഖമാവട്ടെ, നല്ല ഉഷാറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.